ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ പുളി ലേശം ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ അതും കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പരിപ്പിൽ വെള്ളം കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു അത്യാവശ്യം വലിയ തക്കാളിയും 2 പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഞാൻ പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ച് ഞാൻ അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വേവിക്കുന്നുണ്ട്. ടിഫിൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാമേ. ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ചു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മുഴുവൻ ഉലുവയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ട് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരുപാടൊന്ന് നമുക്കൊന്ന് വെന്ത് പോകണ്ട, ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് പുളി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നത് പോലെ കാണാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ലൂസാക്കി എടുക്കണോ അത്രത്തോളം നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം. ഞാനിവിടെ അല്പം ലൂസായിട്ടാണ് എടുക്കുന്നത്. ഇഡ്ഡലിക്കും ചോറിനൊക്കെ കണക്കാക്കിയാണ് എടുക്കുന്നത്. കാരണം തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും. അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് എടുക്കുക. ഈ സമയത്ത് കുറവാണെങ്കിൽ പുളിയും ഉപ്പുമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ പുളി കുറവായതുകൊണ്ട് ഞാൻ 3 പിണംപുളി ഉണക്കിയ പിണംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ടിഫിൻ സാമ്പാർ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് കൂടെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ടിഫിൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് താളിപ്പ് കൂടെ ഒഴിച്ച് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പറാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.